കൃപാസനം പ്രത്യക്ഷീകരണ മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കൊന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം വിശ്വസിച്ചുകൊണ്ട് അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങള് ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. ഉടമ്പടിയിൽ വെച്ച വിഷയങ്ങൾ എത്രയും വേഗം എല്ലാം പരിശുദ്ധ അമ്മേ ഞങ്ങളെ സാക്ഷികളായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരിക്കാം ഒരു നിമിഷം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, മഹത്വം, ആരാധന, ആരാധന. ഇപ്പോൾ ഈ നിമിഷം ഞങ്ങളുടെ ജീവിത മേഖലകളിലേക്ക് നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് നീ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചേർന്ന് പാടാം. തിരുനാമത്തെ സ്നേഹമേ അങ്ങേക്കുരാ
സ്തോത്രമേകം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേകം. Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, ആരാധന സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ദൈവം ആകസ്മികമായി ഡിവോയ്ഡ് ഓഫ് എനി ഇൻസ്പിറേഷൻ, നിങ്ങൾ ആരെങ്കിലും സമ്മർദ്ദം ചെയ്യുക, ഓർപ്പിച്ച് തരിക അല്ലാതെ കേവലമായി എന്തെങ്കിലും ഓർത്താൽ ആ വിഷയം നിങ്ങളുടെ പ്രാർത്ഥനയുടെ സബ്ജക്റ്റ് ആക്കണം. കേവലമായി ആരെങ്കിലും ഓർപ്പിച്ച് തരാതെ ചുമ്മാ ഇങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർക്കും. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കും. അപ്പോഴും നിങ്ങളത്, അതിനർത്ഥം ദൈവം ആ മേഖലയിൽ അടയാളം കാണിക്കാൻ പോകുന്നുവെന്നതിൻ്റെ അർത്ഥം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവേ, ആ മേഖല ഞാൻ പൂർണ്ണമായി അങ്ങേക്ക് സമർപ്പിക്കുന്നു. ചില വ്യക്തികളാകാം, രോഗമാകാം, സംഭവമാകാം, ചിലപ്പോഴും നിങ്ങൾ ഇത്രയും നാൾ ഓടുന്നതിൻ്റെ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ഒരു ഫയലാകാം. നിങ്ങൾ കുറേ നാൾ അതിൻ്റെ മേൽ വർക്ക് ചെയ്തു അവസാനം ഇട്ട് കളഞ്ഞു. എപ്പോഴും സംഭവിക്കുന്നൊരു വിഷയം, ദൈവം ഒന്നും ഇട്ട് കളയത്തില്ല. നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നത് മാത്രമേ അത് ഫീഡായി പോകത്തുള്ളൂ. ബാക്കി എല്ലാം തിരിച്ചു വരും. എല്ലാം. ഇപ്പം യേശു പോലും ഒരു തിരിച്ചുവരവിൻ്റെ കഥയാണ്. ജസ്സയുടെ ഒരു സ്റ്റെമ്മാണ്, ഗോത്രത്തിൽ നിന്നാണ്. എല്ലാവരും ഉപേക്ഷിച്ച് കളഞ്ഞൊരു ഗോത്രത്തിൽ നിന്ന്, ഒരു സ്റ്റെമ്മിൽ നിന്നാണ് ദൈവം തൻ്റെ അഭിഷിക്തനെ അയച്ചിരിക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഉപേക്ഷിച്ച് കളഞ്ഞ വിഷയങ്ങൾ, ആശയങ്ങൾ, ചിലപ്പോൾ പഠനമായിരിക്കാം, ചിലപ്പോൾ ജോലിക്ക് വേണ്ടിയുള്ള ശ്രമമായിരിക്കാം, എന്തുമായിക്കോട്ടെ, അത് നിങ്ങളെ ഓർത്തുപോയാൽ ആ മേഖലയിൽ ദൈവം അഭിഷേകം ചെയ്യാൻ പോണെന്ന അർത്ഥം. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. 11:1 പ്രാർത്ഥിക്കുന്നു. ജെസ്സിയുടെ കുറ്റിയിൽ നിന്ന് കിളുത്ത് വന്നതുപോലെ അവരുടെ ജീവിതത്തിൽ യേശു തളർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമത്തെ വാഴ്ത്താം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? നമ്മൾ ആദ്യത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ രൂപം ഇങ്ങനെ കുരിശ് കിടക്കുകയാണ്. അപ്പോൾ കക്ഷത്തൊരു മുഴ, കർത്താവിൻ്റെ കക്ഷത്ത് മുഴ. അപ്പോൾ ഞാനത്, എനിക്ക് പരിശുദ്ധാത്മാവ് എനിക്ക് നൽകിയ ഒരു സൂചന, ഓൾറെഡി ഇപ്പം നമ്മൾ കുരിശിലാണ്, അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു ഭാരം കൂടി വരുന്നു. അങ്ങനെയുള്ളവരെ അത് കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ജീവിതത്തിൻ്റെ സൗഭാഗ്യമേ, സായുജ്യമേ, ഒരു നാളിലും പിരിയാത്ത എൻ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തെ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ ഇത് കുരുമക്കുരു ആയിപ്പോയില്ല എന്ന് പറയും. ദാറ്റ്സ് ഓക്കെ. ഓൾറെഡി നിങ്ങൾക്കൊരു പ്രശ്നങ്ങളുണ്ട്.
അതിനിടയ്ക്കൊരു അഡീഷനായിട്ട് പ്രസംഗം കണ്ടത്. ആ കൈ കർത്താവിൻ്റെ കൈ കുരിശിങ്ങനെ തറച്ച് വെച്ചിരിക്കുകയല്ലേ, അതിനിടയ്ക്കാണ് മുഴുവൻ. പക്ഷെ ഓർക്കുക, അപ്പോൾ ഈശോ തന്ന നോട്ട് എന്താണ്? ഇപ്പം നിങ്ങളുടെ സങ്കടം ഇപ്പം ഡബിൾ ചെയ്തിരിക്കണം വിചാരിച്ചോ, അപ്പോഴെന്ത് ചെയ്യാണ് നിങ്ങൾ? അത് കർത്താവിൻ്റെ കുരിശിൻ്റെ കൂടെ ചേർത്ത് വെക്കാൻ. അതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവർ പറഞ്ഞ് ടേക്ക് ദ വേർഡ് പറഞ്ഞ് യേശു ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവരെ യേശു ക്രിസ്തുവിനോടുകൂടെ നേടും. യേശു ക്രിസ്തുവിനോടുകൂടെ സഹിക്കുന്നവരെ യേശു ക്രിസ്തുവിനോടുകൂടെ നേടും. സഹനമല്ല പ്രശ്നം. എന്താണ് മെസ്സേജിൻ്റെ അർത്ഥം? എന്താണ്? ക്രിസ്തുവിൻ്റെ കൂടെ ആക്കാൻ പറഞ്ഞിരിക്കുന്നത്. നിൻ്റെ സഹനം നീ പലപ്പോഴും ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹോദരങ്ങൾ, ഡോക്ടർമാരിങ്ങനെ ഓരോരുത്തരുടെ കൂടെ ആക്കുമല്ല. പക്ഷേ എന്നിട്ട് നീ എസ്റ്റാർട്ട് ചെയ്തിട്ട് അതിപ്പോൾ നിൻ്റെ ഒരു വിഷമം ഡബിൾ ചെയ്തിട്ടുണ്ട്. രോഗമുണ്ട്, ഇപ്പം കടുവമായെന്ന് വിചാരിച്ചോ, ഡബിൾ ചെയ്ത് അത് നീ ക്രിസ്തുവിൻ്റെ കൂടെ വെക്കുക. ആരാധനയുടെ ഇതിപ്പോൾ എന്തെങ്കിലും ചിന്തിച്ച് പറയണതാണോ? ഞാൻ അമ്മ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നിൽക്കുക, യേശുവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യത്തിന് നടുക്ക് നിൽക്കുക. ഇവിടെ ഈശോ നമ്മളോട് സംസാരിക്കുക. കൃപാസനത്തിൻ്റെ സുവിശേഷത്തെ ലക്ഷ്യം തന്നെ എന്താണ്? ഞാൻ അവിടെ വെച്ച് എൻ്റെ ജനങ്ങളോട് സംസാരിക്കുമെന്നാണ്. നമ്മൾ പുറപ്പാട് 25 ഒക്കെ വായിക്കുമ്പോൾ എന്താ വേണ്ട? കൃപാസനം രൂപപ്പെടുത്താൻ വേണ്ടി മോസസിനോട് പറയുമ്പോൾ എന്താ പറയണത്? ഞാൻ അവിടെ വെച്ച് ജനങ്ങളോട് സംസാരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ അത്താറയിലെ ആരാധന സമയത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം ദൈവം നിൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം എന്താണ് നിൻ്റെ ഒരു സിറ്റുവേഷൻ എങ്കിലും ഡോണ്ട് മൈൻഡ്, നീ അത് പറയണം. ഒരു കൈ ഉയർത്തി പറയുക, കർത്താവേ എൻ്റെ വ്യത്യസ്തങ്ങളായ ക്ലേശഭാരങ്ങളെ വിശ്വാസത്തോടെ ഞാൻ അങ്ങയുടെ കുരിശിന്റെ കൂടെ ചേർത്തുകൊണ്ട് നിന്റെ പീഡാനുഭവത്തെ ഏറ്റു പറഞ്ഞുകൊണ്ട് നിന്റെ ഉയർപ്പിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിന്റെ പീഡാനുഭവത്തെ ഞങ്ങളുടെ പീഡാനുഭവത്തോട് ആശ്രയിച്ച് അനുസ്മരിച്ചുകൊണ്ട് നിന്റെ ഉയർപ്പില് ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പ് പ്രത്യാശിച്ചുകൊണ്ട് വിശ്വസിച്ചേറ്റു പറയുന്നു. ശ്രദ്ധിക്കട്ടെ, ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ വിശ്വാസത്തിൻ്റെ ആക്ടിവേഷനും എപ്പോഴും സംഭവിക്കുന്നത് യേശുവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിക്കുകയും അതേസമയം തന്നെ നമ്മുടെ പീഡാനുഭവങ്ങളിലെ യേശുവിൻ്റെ പീഡാനുഭവങ്ങളോട് ചേർത്തുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. ഒരു ചെറിയ പനിയായാലും ശരി, ഒരു വൈറൽ ഫീവറായാലും ശരി, അത് ആ പീഡാനുഭവത്തെ ഏറ്റെടുത്തിട്ട് കർത്താവ് നിൻ്റെ ശരീരവേദനയോട്, നീ എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അനുഭവിച്ച ശാരീരിക വേദനയോട് ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഞങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ മനോവേദനകളെ ശാരീരിക വേദനകളെ നിന്റെ മനോവേദനകളോട് നിന്റെ പീഡാനുഭവത്തിന്റെ ശാരീരിക വേദനകളോട് ചേർത്ത് വെച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്നു. ശ്രുതിക്കട്ടെ.
നമ്മളെ കത്തി ഒക്കെ ഇടയ്ക്കിടയ്ക്ക് തേച്ച് വെക്കത്തില്ലേ? അല്ല, കത്തി ഉപയോഗിക്കുന്നവർ പച്ചക്കറി അരിയാനാണെങ്കിലും മറ്റെന്ത് സാധനം അരിയാനാണെങ്കിലും കത്തി നമ്മൾ മുറിച്ച് കൂട്ടി വെക്കും. നമ്മൾ ഒരു മാസം നാട്ടിലില്ലെങ്കിൽ പിന്നെ വരുമ്പോൾ ഈ കത്തിയൊക്കെ ഒരു പരുവായിരിക്കും. അപ്പം നമ്മൾ രണ്ടാമത് തന്നെ രാഗി ശരിയാക്കിയെടുക്കും. ഇതുപോലെ നിങ്ങൾ രാഗണ്ട കൂടുതൽ ഹയർ പ്രൊഡക്ഷന് വേണ്ടി രാഗണ്ട 2 സാധനങ്ങളുണ്ട്. ഒന്ന് നിങ്ങളുടെ വിശ്വാസവും ഒന്ന് നിങ്ങളുടെ ദൈവസ്നേഹവുമാണ്. ഈ സംഭവമാണ് മൂർച്ച കൂട്ടുന്ന സാധനം. എല്ലാം സ്പീഡാക്കി അരിയണത് എല്ലാം മൂർച്ച ഉണ്ടെങ്കിലേ സ്പീഡായിട്ട് അരിയാൻ പറ്റത്തുള്ളൂ അല്ലേ? ആധ്യാത്മിക ജീവിതത്തിൽ നല്ല ഹാർവസ്റ്റിംഗ് നടത്തണമെങ്കിൽ നമുക്ക് മൂർച്ച വേണം. എന്തിന് മൂർച്ച വേണം? വിശ്വാസത്തിന് മൂർച്ച വേണം. പിന്നെന്ത് വേണം? സ്നേഹത്തിന് മൂർച്ച വേണം. ദൈവസ്നേഹത്തിന്. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, എനിക്ക് അങ്ങയോടുള്ള വിശ്വാസത്തിലെ, എനിക്ക് അങ്ങയോടുള്ള സ്നേഹത്തില് എന്നെ സമൃദ്ധമാക്കണമേ. എൻ്റെ അങ്ങയോടുള്ള സ്നേഹത്തില് എന്നെ വർദ്ധിപ്പിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ശരീരത്തിലെ ആണി പോലെ ഇങ്ങനെ വന്ന് പിന്നെ അതൊരു ശരീരത്തിൻ്റെ ആ ഭാഗം കല്ലായിട്ടിരിക്കുകയാണ്. കല്ല് പോലെ ഭയങ്കര ഹാർഡാണ്. അത് നമുക്ക് എടുക്കാനും പറ്റണില്ല, അത് പൊറുക്കണമില്ല, പഴുക്കണമില്ല. ഒരു ഡെഡ് ബോഡി കല്ല് വെച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ പുറമേ ആയാലും അങ്ങനെ ഭാഗം കാണുന്നുണ്ട്. കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ശ്രുതികട്ടെ. നന്ദി പറയുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് ലൈനിലുള്ളത് കൊണ്ടാണ് ഇതുപോലെ ചെറിയ ചെറിയ നിർദ്ദേശങ്ങളൊക്കെ തരണത്. ഞാനൊന്നും കൃതിച്ച് കണ്ടുപിടിച്ച് പറയണതല്ല. എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിച്ചാണ് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞത്. വെച്ചാൽ നിങ്ങൾക്ക് സ്നേഹം വർദ്ധിപ്പിക്കണം. നിങ്ങൾ ഒറ്റക്കൊക്കെ ഇരിക്കുമ്പോഴേ, വീട്ടിലൊക്കെ ഇരിക്കത്തില്ലേ, ഓരോ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ പെട്ടെന്നിങ്ങനെ കർത്താവ് ഒരു നിമിഷം നെഞ്ചത്ത് വെച്ച് കൈ നെഞ്ചത്ത് വെച്ച് കർത്താവേ നിന്നോടുള്ള സ്നേഹത്താൽ എന്നെ വർദ്ധിപ്പിക്കണമേ. യു ആർ മോർ കോൺഷ്യസ് അബൌട്ട് ദി ഇൻറ്റൻഷൻസ് യു ആർ പ്ലേസ്ഡ്. നിങ്ങൾക്ക് വരുന്നൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചാണ് എപ്പോഴും ചിന്തിക്കേണ്ടത്. ദാറ്റ് ഇസ് നോട്ട് സെൻസ്. അതിൻ്റെ ആവശ്യമില്ല. അത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ അവർ മാറ്റർ. അത് നമ്മുടെ കാര്യമല്ല. ഓൾറെഡി വി ഹാവ് പ്ലേസ്ഡ്. നമ്മളത് കർത്താവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് കർത്താവിൻ്റെ കാര്യങ്ങളാണ്. നമ്മുടെ കാര്യമാണോ? അല്ല. നിങ്ങളുടെ കാര്യം എന്താ? അവൻ്റെ സ്നേഹത്തെ നിങ്ങൾ ഓരോ ദിവസവും അഡ്വാൻസ് ചെയ്യണം. വാട്ട് ഈസ് യുവർ ഇൻപുട്ട് എന്ന് കർത്താവ് ഓരോ സമയത്ത് പറഞ്ഞത്. ഇന്നലത്തേക്കാൾ നിനക്ക് സ്നേഹം കൂടിയോ ദൈവത്തോട്? അറിയത്തില്ല. അതാണ് പ്രശ്നം. ഇന്നലത്തേക്കാൾ ഇന്ന് നിനക്ക് വിശ്വാസം കൂടിയോ? അറിയണോ? അറിയില്ല എന്ന് പറയും. അതാണ് പ്രശ്നം. നിനക്ക് അറിയണം. ഓരോ ദിവസം ചൊല്ലി ഒന്ന് കൈ നെഞ്ചത്ത് വെച്ച് കർത്താവേ ഓരോ ദിവസം തോറും എനിക്ക് അങ്ങയോടുള്ള
സ്നേഹവും വിശ്വാസവും വർത്തമാനമാക്കണമേ. എന്നെ ഏറ്റെടുക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഗീതം ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത് എന്താണ്? എന്നെ ഏറ്റെടുക്കണമേ. അതാണ് നമുക്ക് ദൈവത്തോട് പറയാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രാർത്ഥനയാണത്. എന്നെ ഏറ്റെടുക്കണമേ. എന്താണ് ഈ ധ്യാനത്തെ പരിശുദ്ധാത്മാവ് ഈ ലെവലിലോട്ട് ഇങ്ങനെ തള്ളി കൊണ്ടുപോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് വെരി ക്ലിയർ. എന്താ കാര്യം? ഉടമ്പടി ബേസിക്കലി അതൊരു ഡൂയിങ് പ്രെയറാണ്. ചൊല്ലണ ഒരു റിസൈറ്റിംഗ് പ്രെയർ അല്ല, ചൊല്ലണ പ്രാർത്ഥനയല്ല. എന്താണത്? അത് ചെയ്യണ പ്രാർത്ഥനയാണ്. പക്ഷെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇപ്പോൾ ഫാൻ കറങ്ങണം അല്ലേ? കറങ്ങണ കറണ്ട് വേണ്ടേ അല്ലേ? അതുപോലെ ചെയ്യണമെങ്കിൽ ദൈവസ്നേഹം വേണം. നിങ്ങൾ എന്ത് ചെയ്താലും കർത്താവേ നിന്നോടുള്ള സ്നേഹത്താലെന്ന് പറയണം. ഒരു പത്രം ഒരാൾക്ക് കൊടുത്താൽ പോലും പറയേണ്ടത് എന്താണ്? കർത്താവേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ പേരിലെന്നല്ല പറയേണ്ടത്. എന്താ പറയേണ്ടത്? നിന്നോടുള്ള സ്നേഹത്തെ പ്രതി. നിങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം നിങ്ങൾ ആ സർക്കാർ ആശുപത്രി കൊണ്ട് രോഗികളെ കണ്ട് കൊടുക്കുന്നുണ്ട്. അയൽവാസികൾക്ക് സഹായിക്കുന്നുണ്ട്. രോഗികളെ സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് യേശുവിനെ അറിയിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് എന്താണ്? യേശുവിനെ നിങ്ങൾ ഏറ്റെടുക്കുകയാണ്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും ഉടമ്പടിക്ക് ഇത്രയും സ്പീഡ് വരാനും അതുപോലെ തന്നെ ഇതുപോലെ കാലഹരണപ്പെട്ട വിഷയങ്ങൾ ഇത് ഏറ്റെടുക്കാനും എല്ലാം ഒരു പ്രത്യേകത? അത് ആൾക്കാർ സാക്ഷ്യം പറയണത് എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കണ്ടൻ്റ് എന്ന് പറയണത് ഇതൊരു ചൊല്ലുന്ന പ്രാർത്ഥനയല്ല. എല്ലാപ്പോഴും ഞാൻ പറയും, പക്ഷെ പറയുമ്പോഴൊക്കെ ഓരോരോ രീതികളിലാണ് പറയണമെന്നേ ഉള്ളൂ. ചൊല്ലണ പ്രാർത്ഥനയല്ല. പുതിയ ആൾക്കാരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. ഇത് ചൊല്ലി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി നിങ്ങൾ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഇതൊരു 20% മാത്രമേ ചൊല്ലണതുള്ളൂ. ബാക്കിയെല്ലാം ചെയ്യുന്ന പ്രാർത്ഥനയാണ്. ഇതാണ് ഏറ്റെടുപ്പെന്ന് പറയണത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എപ്പോഴും ഇരിക്കണത് ചെയ്യുന്നതിലാണ് ഇരിക്കണത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് നമുക്കറിയാമല്ലോ. ഓരോരുത്തരുടെ യേശുവിൻ്റെ കൂടെ നിന്ന ഓരോ മനുഷ്യരുടെ ജീവിത അനുഭവങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആരാണ് എപ്പോൾ ലക്ഷ്യത്തിലെത്തിയെന്ന്. ആദ്യം ലക്ഷ്യത്തിലെത്തിയത് ഇപ്പോൾ തന്നെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി ആരാണ്? ആരായിരിക്കേണ്ടതായിരുന്നു? പുനരുദ്ധാനത്തിൻ്റെ പ്രഥമ സാക്ഷി. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആദ്യം കണ്ടത് ആരാണ്? കണ്ടത് ആരായിരിക്കേണ്ടതാണ്? ശരിക്കും പറഞ്ഞാൽ ആരാണോ അന്ത്യത്താഴത്തിൽ കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് അതാരാണ്? കർത്താവിൻ്റെ നെഞ്ചത്ത് കിടന്നത് ആരാണ്? യൂദാസ് മാതാവി. ആരാണ്? യോഹന്നാൻ. ദാറ്റ്സ് ഓക്കെ. ആരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്? അപ്പോഴാ യോഹന്നാൻ അല്ലേ? അപ്പോഴാരായിരിക്കണം പുനരുദ്ധാനത്തിന് സാക്ഷിയാകേണ്ടത്?
പിന്നെ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് സംഭവിച്ചല്ലോ അവിടെ. നിങ്ങളെനിക്ക് എന്നെ മനസ്സിലാക്കിയത് നിങ്ങളെ. ആരാണ് അന്ത്യത്താഴത്തിൽ കർത്താവിന് നെഞ്ചത്ത് കിടന്നത്? സ്വരത്തിൽ പറ. യോഹന്നാൻ. ആരാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിന്നത്? അപ്പോഴാരാണ് പുനരുത്ഥാനത്തിൻ്റെ സാക്ഷി ആകേണ്ടത്? പിന്നെ എന്താ പറ്റിയത്? പിന്നെ ആരാണ് ഇപ്പം പുനരുത്ഥാന സാക്ഷി ആയിരിക്കണത്? ആരാണ് ആദ്യത്തെ സാക്ഷി? മേരി മാഗ്ഡലിൻ. അതാണ് സംഭവം. എന്താണ് എൻ്റെ കണ്ടൻറ്റ്? ആ കണ്ടൻറ്റ് അവിടെയാണ് പ്രശ്നം. അതാണ് കണ്ടൻറ്റ്. മേരി മാഗ്ഡലിൻ്റെ ഒരു ഒറ്റ വർത്തമാനമാണ്, അല്ലെങ്കിൽ അവളുടെ മനസ്സിരിപ്പ് അതാണല്ലോ. അവളുടെ മനസ്സിരിപ്പ് എന്താ കാര്യം? അവളുടെ മനസ്സിരിപ്പ് എന്താണ്? അവളോട് ആരും പറഞ്ഞിട്ടില്ലല്ലോ. യേശു പറഞ്ഞോ ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും എല്ലാം അവളോട് പറഞ്ഞു? ഒരിക്കലും പറഞ്ഞിട്ടില്ല. പറഞ്ഞ കക്ഷികൾ പത്രോസും യാക്കോബും യോഹന്നാനോടൊക്കെ പറഞ്ഞിരിക്കണേ. 4 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പാഷൻ പ്രഡിക്ഷൻസ് 4 പ്രാവശ്യം പറഞ്ഞു ഞാൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന്. അങ്ങനൊരു കാറ്റഗറിസം ഒന്നും മേരി മാഗ്ഡലിന് കൊടുത്തിട്ടില്ല. പക്ഷേ മേരി മാഗ്ഡലിനാണ് ചാടി പുറപ്പെട്ടിരിക്കുന്നത് ആദ്യം വെളുപ്പിനെ സുഗന്ധക്കൂട്ടുമായിട്ട്. ആരാണ് നേരത്തെ പോവുക, ആദ്യം എത്തുക? അതൊക്കെ എന്തൂസ്യാസത്തിൻ്റെ ഭാഗമാണ്. മനസ്സിലായില്ലേ? എന്തൂസ്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവം ഉള്ളിലുള്ള ആൾക്കാർ, സ്നേഹം ഉള്ളിലുള്ള എൻതേയോസ് എന്നാന്ന് വെച്ചാൽ ഗ്രീക്കാണ്. ഇൻ തേയോസ് ദൈവം, എന്തൂസിയാസം ദൈവം ഉള്ളിലുള്ള ആൾക്കാർ. ദൈവസ്നേഹം ക്രിസ്തു ഉള്ളിലിരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇവൾ ചാടി വെളുപ്പിനെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ കല്ലറയിലേക്ക് പോണത്. അവിടെ നോക്കുമ്പോൾ കല്ലറയിലെ മുടിക്കല്ല് മാറിക്കിടക്കുന്ന കണ്ടിട്ട് അവൾ പത്രോസിനെയും യോഹന്നാനെയും വിളിച്ചുകൊണ്ട് ചെല്ലും. അവർ ചെന്ന് സംഭവങ്ങളെ കണ്ട് മനസ്സിലായെങ്കിലും അവർ തിരിച്ചു പോരും. മനസ്സിലായില്ലേ? എന്നിട്ടും തിരിച്ചു പോരാൻ നിൽക്കുന്നത് ആരാ? മേരി മാഗ്ഡലിൻ. ഇതിലും തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ക്രിസ്തുവിനെയാണ് നിങ്ങൾ തിരക്കണമെങ്കിൽ ഇതാണ് മെത്തേഡ്. ഒരു മാഗ്ഡലിൻ മെത്തേഡാണിത്. എന്താണ്? ആദ്യമേ അന്വേഷിച്ച് പോവുക, അവസാനം വരെ അവിടെ നിൽക്കുക. ഇതെല്ലാം ഒരു ഇത് ഇവരെന്തെങ്കിലും പ്രാർത്ഥന ചൊല്ലിയിട്ടല്ല മേരി മാഗ്ഡലിൻ യേശുവിനെ കണ്ടുമുട്ടിയത്. അവളുടെ മനസ്സിലുള്ള ഒരു സമർപ്പണമാണ്. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ നിൽക്കണം. അത് തോട്ടക്കാരനാണെന്ന് മനസ്സിലാക്കി പറഞ്ഞു, പ്രഭു അങ്ങാണ് അവന്, എൻ്റെ കർത്താവിനെ അവനെടുത്തോണ്ട് പോയി, അങ്ങാണ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്ത് ചെയ്യണം? എന്നോട് പറയുക എവിടെയാണ് വെച്ചിരിക്കണമെന്ന്. ഞാൻ വന്ന് എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇത് ചെയ്യണ പ്രാർത്ഥനയാണ്, ചൊല്ലണ പ്രാർത്ഥനയല്ല. എല്ലാവർക്കും കൈ നനയാതെ ചുണ്ടിങ്ങനെ ചലിപ്പിച്ച് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് അടിച്ചു മാറ്റാമെന്നുള്ള വ്യാമോഹം അങ്ങനെയുള്ള വിളക്കെല്ലാം മേരി മാഗ്ഡലിൻ തല്ലിക്കെടുത്തി കളയും. എന്താ കാര്യം? അവൾ പറയുന്ന വാക്കെന്താണ്? ഞാൻ ക്രിസ്തുവിനെ ഏറ്റെടുക്കാം. ഇത് പറയാൻ ചങ്കൂറ്റത്തോടെ ആര് പറഞ്ഞാലും അപ്പോൾ കർത്താവ് വിളിക്കുന്നതിൻ്റെ പേര് മറിയാം. അതെന്താണ് നിൻ്റെ പേരെങ്കിൽ അത് ദൈവം വിളിച്ചിരിക്കും. കൈയിടിച്ച് കർത്താവിനെ സുധരലിയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ പരിച്ഛേദങ്ങളെ, നിറഭേദങ്ങളെ
വളരെ പ്രാർത്ഥനാപൂർവ്വം പരിശോധിക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. യേശുവിനെ അറിയാൻ, യേശുവിനെ അനുഭവിക്കാൻ ഇത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. എന്താ പ്രശ്നം? ഇപ്പം 20:15 ആ വചനമുള്ളത്. വായിച്ചോളൂ. യോഹന്നാന്റെ സുവിശേഷം. യേശു അവളോട് ചോദിച്ചു. പറഞ്ഞ യേശു അവളോട് ചോദിച്ചു. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭോ അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക. ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. എന്തെടുത്തോണ്ട് പോകാനേ പറയണേ? ഡെഡ് ബോഡിയാ. അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്കറിയത്തില്ല ഈശോ ഉയർത്തെഴുന്നേറ്റത്. അവൾക്കാകപ്പാടെ അറിയാവുന്നത് 3 ദിവസം മരിച്ചിട്ടുള്ളവരിക്കും ഡെഡ് ബോഡി ആണെന്നറിയാം. ഈ ഡെഡ് ബോഡി ഏറ്റെടുത്തോളം എന്നാണ് ഈ പറയണത്. യേശുവിന് വേണ്ടി ഒരു നാണക്കേടോ ഒരു ഭാരമോ ഒന്ന് ചിന്തിച്ച് നോക്കി. ഈ ചേച്ചിയാണ് നേരത്തെ ചോദിച്ചത്, കല്ല് മൂടി വെച്ചിരിക്കുമല്ലോ അവിടെ. ആരാണ് ഈ കല്ലെടുത്ത് മാറ്റാൻ നമ്മളെ സഹായിക്കണത്? അല്ലേ? മർക്കോസിൻ്റെ 16:3 വായിച്ച്. അവർ തമ്മിൽ പറഞ്ഞു, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിന്റെ വാതിക്കൽ നിന്ന് കല്ല് ഉരുട്ടി മാറ്റുക? ഈ വചനങ്ങളുടെ ഒരു പോക്ക് കണ്ടില്ലേ? മർക്കോസ് 16:3 ഏറ്റു പറഞ്ഞേ, ആരാണ് നമുക്ക് വേണ്ടി ശവകുടീരത്തിൽ നിന്ന് കല്ല് എടുത്തു മാറ്റി സഹായിക്കുന്നത്. ശവകുടീരത്തിന്റെ കല്ല് എടുത്തു മാറ്റാൻ സഹായം ചോദിച്ച മേരി മാഗ്ഡലിൻ ക്രിസ്തുവിൻ്റെ അവസ്ഥകളെ ഏറ്റെടുക്കുന്നതിന് ആരുടെയും സഹായം വേണ്ട. ക്രിസ്തുവിനെ ഏറ്റെടുക്കാൻ വരുന്നവർക്കുണ്ടാകുന്ന ബേസിക് നിലപാട്, അടിസ്ഥാന നിലപാട് എന്താണ്? ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒന്ന് പറഞ്ഞേ. ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. ഒന്നുകൂടി പറഞ്ഞേ. ആരും സഹായിച്ചില്ലെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി ജീവിക്കും. അപ്പം ചില ആൾക്കാർക്ക് പള്ളി പോകാൻ വേണ്ടി പോലും സഹായം വേണം കൂട്ടുകാരുടെ, അല്ലേ? ചില ആൾക്കാരൊക്കെ എന്നോട് ചോദിക്കും, അച്ഛാ എന്ത് അമ്മയും മകളും കൂടി വരും ഇവിടെ കൗൺസിലിങ്ങിന് വേണ്ടി വരും. അപ്പോൾ അമ്മ പറയും, അച്ഛൻ ഞങ്ങളുടെ നാട്ടിൽ കോളേജിൽ ഇവൾക്ക് അഡ്മിഷൻ കിട്ടും, ഇവൾക്കത് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവൾ പറഞ്ഞ ബാംഗ്ലൂർ അഡ്മിഷൻ മതിയെന്നാണ് പറയണത്. അപ്പോൾ അതെന്താ വെച്ചാൽ അല്ലെങ്കിൽ എന്നെ എനിക്ക് പഠിക്കണ്ട എന്നൊക്കെ ഇവൾ പറയണത്. ഷാർട്ടീവാണ്. എന്താ കാര്യം? ബാംഗ്ലൂരാണ്, കൂട്ടുകാരെല്ലാം അങ്ങോട്ടാണ് പോയിരിക്കുന്നത്. അതാണ് സംഭവം. അപ്പം നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്കൂട്ടിയിരിക്കുന്നത്? നിൻ്റെ ജീവിതം ആരെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ കണക്ക് കൂട്ടിയിരിക്കുന്നത്? അതായത് നീ ഇങ്ങനെ അവലംബിക്കുന്ന വ്യക്തികളെ ഓർക്കുക, ഇടയ്ക്ക് വെച്ച് നിന്നെ കൈവഴിയും. ബൈ നോ മീൻസ്. നിൻ്റെ ജീവിതകാലം മുഴുവൻ നീ പോണോടത്തെല്ലാം വരാൻ അവർക്ക് പറ്റുമോ? പക്ഷേ നീ പോണോടത്തെല്ലാം നിൻ്റെ കൂടെ വരാമെന്ന് ഒരാളെ പറഞ്ഞിട്ടുണ്ട്. ഐ വിൽ ബി വിത്ത് യു അൺടു ദി ലാസ്റ്റ്. വചനത്തിൻ്റെ ഫ്ലോ ക്യാച്ച് ചെയ്യാത്ത ഒത്തിരി പേരുണ്ട്. നിങ്ങളിത് ക്യാച്ച് ചെയ്യണമെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ വേറെ ഒരു ഡിഫറെൻ്റ് ആളായിരിക്കും. ജോഷുവ 1:9 ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇത് കോൺഷ്യസ് ആണ്, അവയർനെസ്. ഉടമ്പടി നിനക്ക് നൽകുന്നത് ഈ അവയർനെസ് ശക്തിപ്പെടണം. ഒന്ന് കഴിഞ്ഞനുസരിച്ച് ചോദിച്ചേ, പ്രാർത്ഥി. കർത്താവ് ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്തിരിക്കുന്ന എൻ്റെ ജീവിതത്തിലെ അങ്ങയുടെ സാന്നിധ്യം കുറച്ചുകൂടി
അതിനെക്കുറിച്ച് ബോധവാന്മാരാകാൻ ബോധമതികളാകാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ദൈവം പ്രവർത്തിക്കുന്ന രീതികളെ കുറിച്ചാണ് നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മേരി മാഗ്ഡലിൻ ഫസ്റ്റ് വിറ്റ്നസ്സിയായി മാറിയത്? അത് നിലപാടാണ് അവളുടെ. അതായത് അവളുടെ മനസ്സിലുള്ളത് ഒരു ഡെഡ് ബോഡിയാണ്. ഒരു പക്ഷേ 70 കിലോ ഉള്ള ഒരു ഡെഡ് ബോഡി. ടൂറിലെ വിശുദ്ധ കച്ചൊക്കെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് കർത്താവിൻ്റെ ബോഡിക്ക് 70 കിലോ ഉണ്ടെന്നാണ്. അപ്പോൾ 70 കിലോ ഉള്ളൊരു ഡെഡ് ബോഡി, 3 ദിവസത്തെ പഴക്കമുള്ള ഡെഡ് ബോഡി. ഇത് യേശു ഈ അവസ്ഥയിലാണെങ്കിലും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൾ തീരുമാനിക്കുന്നത്. ഇപ്പം യേശുവിനെ ഏറ്റെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എങ്ങോട്ടാണ് പോണത്? ചൊല്ലണ പ്രാർത്ഥനയിലേക്കല്ല പോണത്, പിന്നെ എന്താണ്? ചെയ്യുന്ന പ്രാർത്ഥനയിലേക്കാണ് പോകുന്നത്. ഇതിൻ്റെ സ്പീഡ് കണ്ടൻ്റ് എന്ന് പറയണത് ഈ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്. അല്ല, നിങ്ങൾ ചൊല്ലിട്ട് ഇത് സ്പീഡാവുമെന്ന് വിചാരിക്കരുത്. ഉടമ്പടിയുടെ സ്പീഡ് കണ്ടൻ്റ് ഇരിക്കുന്നത് അതിൻ്റെ ചെയ്ത്തിലാണ് ഇരിക്കുന്നത്, അതിൻ്റെ കണ്ടൻറ്റ്. അപ്പം നിങ്ങൾ ചോദിക്കും ഉടമ്പടിയിൽ സ്പീഡ് ഉണ്ടാക്കുന്ന കണ്ടൻറ്റ് ഏതാണ്? അതെന്താണ്? അതെപ്പോഴും ചെയ്യുന്നതിലാണ് ഇരിക്കുന്നത്. ഉടമ്പടിയെ മറ്റ് പ്രാർത്ഥനകൾ വ്യത്യസ്തമാക്കുന്നതും ഈ ചെയ്ത്തുകളാണ് എൻ്റെ കൂടെയുള്ള. അവൻ പറയണത് പോലെ ചെയ്യുന്നതിനുള്ളതാണ് സംഭവം. ഇത് ഏത് സിറ്റുവേഷനിലും ആരുടെ സഹായമില്ലാതെ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോഴും പറയവേ, ഓ അമ്മായപ്പൻ്റെ ഓഹരി മേടിക്കാൻ വന്നപ്പോൾ എല്ലാവർക്കും ഇടിയായിരുന്നു, ഭയങ്കര ഇടി വെച്ചും കേസും പറഞ്ഞും മേടിച്ച്. ഇപ്പം ആ മനുഷ്യൻ പെട്ടുപോയി, അങ്ങേരുടെ മലമൂത്രങ്ങളൊക്കെ വീട്ടിലായപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ, ഒരു പട്ടിയും സഹായിക്കാനില്ല. തീർന്നു, പരിപാടി തീർന്നു. ക്രിസ്തുവിൻ്റെ ഡെഡ് ബോഡിയേക്കാൾ കഷ്ടമായിട്ടുള്ള അവസ്ഥകൾ കുടുംബത്തിലുണ്ട്. കാര്യം എന്താണ്? ഈ ബെഡ് സോർ വന്ന് കിടക്കുന്ന രോഗിയെ ഒന്നും മറച്ചിടാൻ പോലും നമുക്ക് പറ്റിട്ടില്ല. പലരും കെയർടേക്കറിങ്ങിന് ജോലിക്ക് വേണ്ടി പോകാൻ വേണ്ടി ഇവിടെ വരും. ചിലർ ലീവിന് വരും. കെയർടേക്കറാണ് അവർ. ഇംഗ്ലണ്ടിലും അതുപോലെ തന്നെ ഇറ്റലിയിലുമൊക്കെ. അപ്പോൾ അവർ വന്ന് എന്നോട് പറയും, ഒന്ന് പ്രാർത്ഥിക്കച്ചാൽ എനിക്ക് ഞാൻ നോക്കുന്ന പേഷ്യൻ്റ് 80 വയസ്സുണ്ട്, ഭയങ്കര തടിയനാണ്. അപ്പോൾ എനിക്ക് സങ്കടം വരും. എന്താ കാര്യം? എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളാണ് അവളെ പോയി നോക്കേണ്ടത്. എങ്ങനെ ഈ ചേട്ടനെ പിടിച്ചൊന്ന് തള്ളി അവിടെ കൈ ഒടിഞ്ഞു പോകും. അപ്പോൾ എന്നോട് പറയും, എനിക്ക് ഒന്ന് ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വേറെ മാർഗ്ഗമില്ലല്ലോ എന്ന് പറയും. പക്ഷേ പ്രാർത്ഥിച്ചു, ഈശോയുടെ ഒരു രീതിയിൽ നമ്മൾ ഞെട്ടിപ്പോകും. അവളവിടെ ചെന്ന് 3 മാസമായപ്പോഴത്തേന് 3 ആഴ്ചക്കുള്ള ആ ചേട്ടൻ മരിച്ചു. അതല്ല പ്രശ്നം. അവൾക്ക് അതിനേക്കാൾ ആ സാക്ഷ്യം യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. 3 മാസത്തിൽ ഗവൺമെൻറ് ജോലി വാങ്ങിക്കുകയാണ് ആ രാജ്യത്ത്. അതായത് ദൈവം നിൻ്റെ കണ്ണുനീര് കാണും, നിൻ്റെ അവസ്ഥകൾ. അവൾ പറഞ്ഞത് ശരിയല്ലേ എന്നോട്? എന്താ കാര്യം? എൻ്റെ പേഷ്യൻറ്റിന് 80 കിലോ ഉണ്ട്, തളർന്ന് കിടക്കുകയാണ്. അങ്ങേരുടെ ബെഡ്സോർ കൊണ്ട് അങ്ങേരെ ഒന്ന് തള്ളി മാറ്റാൻ പോലും എനിക്ക് കഴിവ്, എൻ്റെ കൈ ഒടിഞ്ഞു പോകും തള്ളിയെ. ഞാൻ എങ്ങനെ ഇത് നോക്കും? അത്രയും അപ്പോൾ ആ പേഷ്യൻറ്റുമായിട്ട് എന്തുമാത്രം വിഷമിക്കുന്നുണ്ട്. ഇതല്ല അച്ഛന് പറയാനുള്ളത്. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണോ നിന്നെ സഹായിക്കാൻ ആരുമില്ല എന്ന് വിചാരിച്ചോ? നീ ഒറ്റക്കായിപ്പോയി. ആനുകൂല്യം മേടിക്കാനുള്ള ഒത്തിരി പേരുണ്ടാവും, ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. കടങ്ങളായാലും അങ്ങനെയാണ്. ആനുകൂല്യത്തിന് എല്ലാവരും ചാടി വീഴും, പക്ഷേ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ആരും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ ആദ്യം കണ്ട ദർശനം ഇപ്പം കറക്റ്റായി വന്ന കണ്ട കുരിശ കിടക്കുകയാണ്, അതിൻ്റെ കൂടെ കക്ഷത്തിലും മൊഴി, അത് എക്സ്ട്രാ വന്നതാണ്. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ നിനക്ക് വന്നാൽ നിൻ്റെ ഭാരത്തെ നീ മുട്ടയിൽ നിന്നുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആനുകൂല്യം മേടിക്കാൻ ഒത്തിരി പേരുണ്ട്, പക്ഷെ ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഞാനിത് മേരി മാഗ്ഡലിനെ പോലെ ഞാൻ ഏറ്റെടുത്തോളാമെന്ന് പറഞ്ഞില്ലേ?
പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായത് എങ്ങനെയാണ്? ആ ഒരൊറ്റ കളിയിലാണ് ആയത്. ഈ നെഞ്ചത്ത് കിടന്ന യോഹന്നാനും കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന് യോഹന്നാനും ഒന്നും ഇവിടെ ഇല്ല. പുനരുത്ഥാനത്തിൻ്റെ പ്രഥമ സാക്ഷിയായിരിക്കുന്നത് ആരാണ്? മേരി മാഗ്ഡലിൻ ഒറ്റ വാക്കിലാണ്. എന്താണ്? ഏത് ഡെഡ് ബോഡിയാണ് കർത്താവേ ഞാൻ ഏറ്റെടുത്തോളാവുന്ന കൈ ഇടിച്ച് കർത്താവിനെ സ്വല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.